ഹായ്. ആം, ഞാനൊരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു കമന്റ് കണ്ടു. ആം, ഞാൻ ഇന്നലെ ചോദിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ഫ്രണ്ട് സൗമ്യ. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും സൗമ്യേനെ. അപ്പം അവളുടെ കല്യാണമായിരുന്നു ഇന്നലെ. ഇന്നലെ കമന്റ് വന്നത് ഇതാണ്. ഞങ്ങൾ ലെസ്ബിയൻ ആണോ എന്ന് ചോദിച്ചിട്ട്. ആ, ഇന്നലെ ഞങ്ങൾ ചോദിച്ചോന്നാ വിളിക്കുക. സൗമ്യ എന്നാണ് പേര്. ചോദിച്ചോടെ കല്യാണമായിരുന്നു. കല്യാണമൊക്കെ കൂടിയിട്ട് വന്നതാണ്. അവൾ കല്യാണം കഴിച്ചിരിക്കുന്നത് ഗൗതം എന്ന് പറയുന്ന ഒരാളെയാണ്. അപ്പൊ അവരുടെ കല്യാണമൊക്കെ കൂടി ഹാപ്പി ആയിട്ട് ഇന്നലെ തിരിച്ചു വന്നു. അശ്വതിയും സൗമ്യയും ഞാനും ഫ്രണ്ട്സാണ്. അപ്പൊ ഞാൻ ഇന്നലെ വന്നു കഴിഞ്ഞ ശേഷം സോഷ്യൽ മീഡിയയിൽ കുറെ വീഡിയോസ് അതിന്റെ കമന്റ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഒരു വീഡിയോയിൽ അശ്വതി ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ ലെസ്ബിയൻ അല്ല. അപ്പൊ അതിന്റെ കമന്റ്സ് കണ്ടു. അതിലും ഈ പറഞ്ഞ പോലെ ഭയങ്കര ലെസ്ബിയൻ അല്ല എന്ന് അവര് ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അതിന് കമന്റ് ചെയ്യുന്നതും ആ തരത്തിൽ തന്നെയാണ്, അതാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ട് കൂടെ ഫോട്ടോ ഇട്ടപ്പോഴും ഈ ഒരു കമന്റ്. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ വേൾഡിൽ സ്വന്തം ഐഡന്റിറ്റി പറയാൻ യാതൊരു മടിയും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അങ്ങനെ ഒരു സൊസൈറ്റിയിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആണെങ്കിൽ ആണെന്ന് പറയുമല്ലോ എല്ലാവരും, അല്ലെ? ഞാൻ ലെസ്ബിയൻ ആണ്, അല്ലെങ്കിൽ ഞാൻ ഗേ ആണ്, ഞാൻ ട്രാൻസ്ജെൻഡർ ആണ്, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് ഒരു ആണിൻ്റെയാണ്, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് ഒരു പെണ്ണിൻ്റെയാണ് എന്ന് ഓരോ വ്യക്തികളും വ്യക്തമായിട്ട് വന്നിട്ട് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെയും പറയണ്ടല്ലോ. ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി. അശ്വതിയും സൗമ്യ ഇന്നലെ അങ്ങനെ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ അത് അങ്ങനെയല്ല, അവരതല്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് അതിന് വീണ്ടും ഇങ്ങനെ ഇട്ട് കോലിലിട്ടായിട്ട് ഇളക്കി പറിച്ചു? എനിക്ക് മനസ്സിലാവണ്ടേ. ഈ കമന്റിനുള്ള ഒരു റിപ്ലൈ എന്ന് പറയുന്നത്, അല്ല, ഞാൻ ലെസ്ബിയൻ അല്ല, ഞാനും ചോദിച്ചോ നല്ല ഫ്രണ്ട്സാണ്. ഇപ്പൊ നമുക്ക് എന്താ പറയാ, പണ്ടത്തെ മാതിരി പെൺകുട്ടികൾക്ക് തന്നെ, അല്ലെങ്കിൽ ആൺകുട്ടികളോട് തന്നെ, പെൺകുട്ടികളോട് തന്നെ പണ്ടൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുമല്ലോ നമ്മള്. അടി ഇതൊക്കെ പറഞ്ഞിങ്ങനൊക്കെ പിടിക്കുന്നു, നോക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഈ രീതിയിലാണ് ചോദിക്കുന്നത്, ലെസ്ബിയൻ ആണോ ഗേ ആണോ എന്നൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കുക, കാലഘട്ടം മാറലേ. നമുക്കിപ്പോ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് നമ്മുടെ സ്വന്തം ഫ്രണ്ടിനെ അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തിനെ സെയിം ജെൻഡറിലുള്ള പോയി സ്നേഹം കൊണ്ട് പോയി കെട്ടിപ്പിടിക്കാനോ ഉമ്മയ്ക്കാനോ ഒന്നും പറ്റുന്നില്ല. ലെസ്ബിയൻ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ അപ്പം വരും, ഗേ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ അപ്പം വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം ഞാൻ ലെസ്ബിയൻ അല്ല, അവളും ലെസ്ബിയൻ അല്ല, അശ്വതിയും ലെസ്ബിയൻ അല്ല. ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഇതുവരെ എനിക്ക് ഒരാണിനോട് തന്നെ അട്രാക്ഷൻ തോന്നിയിട്ടുള്ളൂ. പെണ്ണിനോട് എനിക്ക് അട്രാക്ഷൻ തോന്നിയിട്ടില്ല. ലെസ്ബിയൻ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിനോട് ഞാൻ ഒട്ടും എതിരുമല്ല, അതിൻ്റെ വിരോധിയുമല്ല, അതിനെ റെസ്പെക്റ്റ് ഇല്ലായ്മയും ഇല്ല. അതൊക്കെ ഓരോ വ്യക്തികളുടെ ഇഷ്ടങ്ങളാണ്, അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ആണെങ്കിൽ തന്നെ നമുക്ക് ഓപ്പണായി പറയാനും പറ്റുന്ന ഒരു സൊസൈറ്റിയാണ്. പറയാൻ എല്ലാ ധൈര്യവും എല്ലാവർക്കും ഉണ്ട്. അതിനെ അംഗീകരിക്കുന്ന ഒരു സൊസൈറ്റിയുമാണ്. അപ്പോൾ അല്ല എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഞാനിനി പ്രേമിക്കുന്നുണ്ടെങ്കിലും ഒരാണിനെയാണ് പ്രേമിക്കുക. പെണ്ണുങ്ങളോട് എനിക്ക് അട്രാക്ഷൻ ഇല്ല. ഞാൻ ലെസ്ബിയൻ അല്ല. ചോദിച്ചോ ആണെങ്കിലും ലെസ്ബിയൻ അല്ല. അശ്വതി ആണെങ്കിലും ലെസ്ബിയൻ അല്ല. അതിങ്ങനെ കാണും തോറും, കമന്റ്സ് വരും തോറും, ഞാനിപ്പോ ഈ സാനിയ ചോദിച്ച ഈ ഒരു കമന്റിനെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല കേട്ടോ, ഞാൻ ഇങ്ങനെ ഒരു കമന്റ് ഞാനിട്ട ആ ഒരു ഫോട്ടോയ്ക്കും വന്നപ്പോൾ ആണ് ഞാൻ ഷോക്കായി പോയത്. ഞങ്ങൾ 3 പേരും നിൽക്കുന്ന ഫോട്ടോസൊക്കെ പണ്ട് കാണുമ്പോഴും ഇതേപോലെ കമന്റ്സ് വരാറുണ്ട്, ലെസ്ബിയൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ലെസ്ബിയൻ ടീം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത്രേ ഉള്ളൂ. അതാണ് ആ ഒരു കമന്റ് ഞാനിങ്ങനെ കണ്ടപ്പോൾ, ഞാൻ രാവിലെ കണ്ടതാണ് ആക്ച്വലി. അപ്പം എനിക്കതിങ്ങനെ റിപ്ലൈ വീഡിയോ ചെയ്യണം തോന്നി, ഒരു കമന്റിൽ ഒതുക്കാണ്ടാന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഓരോരോ ഓട്ടങ്ങളൊക്കെ ആയിട്ടുള്ളൊരു
സമയമാണിപ്പോൾ, മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ബിറ്റ്വീൻ വേറെ കുറച്ച്, ഞാൻ ഇന്നലെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയപ്പം ഒരു വീഡിയോ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊരു കമൻറ്റ്, ബാഡ് എന്നല്ല, ഒരു റീൽസിനും വീഡിയോനും വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനെ പറ്റിക്കണോ എന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ്. അതും ഒരു എന്താ പറയുക, കാണുമ്പോൾ ഒരു ഇത് വിഷമമാണ്. നമ്മൾ നമ്മുടെ സന്തോഷം ഷെയർ ചെയ്യുന്നതാണ്. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഞാൻ സ്വകാര്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ഒന്നും ഞാൻ ഇതുവരെ സോഷ്യൽ മീഡിയയിലൊന്നും ഇട്ടിട്ടില്ല. അതിപ്പോൾ ആരായാലും എല്ലാവരും ഓരോ വീഡിയോസ് ഇടുന്നത് അവരവരുടെ ഓരോരോ കാര്യങ്ങൾ പങ്കുവെക്കാനാണല്ലോ. അങ്ങനെയും കുറെ കമന്റ്സ് കണ്ടു. നമ്മൾ എല്ലാത്തിനും റിപ്ലൈ പറയണ്ടെന്നിങ്ങനെ വിചാരിക്കും, പക്ഷെ നമുക്ക് നമ്മുടെ നയങ്ങൾ വ്യക്തമാക്കണം. അതിനാണല്ലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. നമ്മൾ ഓരോ കമന്റ്സും കാണുമ്പോൾ നമുക്ക് റിപ്ലൈ ചെയ്യണം എന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ. ഗുരുവായൂരപ്പനെ നമുക്ക് പറ്റിക്കാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഒരുപാട് ജപം ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇതിൻ്റെയൊക്കെ ഒരു ഗുണം കൊണ്ടാണ് ഞാൻ സർജറി പറഞ്ഞിട്ടും അത് ചെയ്യാൻ കഴിയാതെ ആയിട്ടും ഇപ്പോഴും ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. അതൊരു അനുഗ്രഹമാണല്ലോ. അപ്പോൾ പ്രാർത്ഥന കൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലേ? നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ഒരു ഇതെന്താണ്, അളവുകോൽ എന്താണ് എന്നൊക്കെ ആർക്കും പറയാനായിട്ടുള്ള ഒരു ഇതില്ല. വീഡിയോസൊക്കെ അവരവരുടെ ഇഷ്ടങ്ങൾക്ക് ഓരോരുത്തർ ചെയ്യുന്നതാണ്. നെഗറ്റീവ് കമൻസ് പറയാനുള്ളവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു തരത്തിൽ നോക്കിയാൽ നെഗറ്റീവ് കമൻസ് നമുക്ക് നല്ലതാ. നമുക്ക് കമൻസ് ഒക്കെ വരുന്നത് ഈ പറഞ്ഞ പോലെ റേറ്റിങ്ങിനൊക്കെ നല്ലതാ. പിന്നെ എനിക്കൊരു കമൻറ്റ് എപ്പോഴും വരും, സരിത എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരിക്ക് എപ്പോഴും ഇതാണ്, അതിന് ഞാൻ എന്ത് വേണം, അതിന് ഞങ്ങൾ എന്ത് വേണം എന്ന് ചോദിച്ചിട്ടാണ് കമൻറ്റ് വരിക. ഞാനിങ്ങനെ ആലോചിച്ചു, നിങ്ങൾ കാണണം, നിങ്ങൾ വീഡിയോ കാണണം. നിങ്ങൾ വീഡിയോ കണ്ട് ഇതുപോലെ നെഗറ്റീവ് കമൻ്റ് ആയാലും പോസിറ്റീവ് കമൻ്റ് ആയാലും ഇടണം. നല്ലതല്ലേ? എനിക്ക് നല്ലതാ. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.